അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ഫങ്ഷനെല്ലാം പോയിട്ട് വരാൻ കുറേ ലേറ്റായി, 12 മണിയായി. അതുകൊണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്ത്, വെള്ളയപ്പവും പൂരിയും. ഹായ്, അപ്പം നമുക്കൊരു നത്തൽപ്പീര ഉണ്ടാക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പം ഇപ്പം സമയം 1:40. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പം ഇതാ, അതിന് ഞാൻ കുറച്ച് നത്തലെടുത്ത് വെച്ചിട്ടുണ്ട്, നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം, ഇത്രയും മതി. അപ്പം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവിക്കാം. അപ്പം അങ്ങനെ ഇതൊന്ന് വേവട്ടെ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ, വല്യുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങ, അതെല്ലാം വേഗം, ഉള്ളിയെല്ലാം വേഗം അരിഞ്ഞെടുക്കാം. ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് നല്ലോണം ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടട്ടെ. എന്താ പറയുക, നത്തൽ വറ്റിച്ചത്, ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇതിലെ വെള്ളമെല്ലാം മുഴുവനായിട്ടും വറ്റട്ടെ. അപ്പം നമ്മളെ കടുക് പൊട്ടി. ഇനി ഇതിലേക്ക് വല്യുള്ളിയും പച്ചമുളകും, അപ്പോൾ ഇതാ ചെറുതായി അരിഞ്ഞെടുത്ത വല്യുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇടുക. ഇനി ഇത് നല്ലോണം വാടി വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക, കുറച്ചുപ്പ്. നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം വാടട്ടെ. നത്തലിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളെ ഉള്ളി ഇതാ നല്ലോണം വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇടണം. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇടട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, എന്നിട്ട് നല്ലോണം ഇളക്കി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെള്ളമെല്ലാം വറ്റിച്ചെടുത്ത നത്തൽ അത് ഇതിലേക്കിടാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ, അങ്ങനെ നമ്മൾ നത്തൽപ്പീര റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കിയാലോ. ഞാൻ തന്നെ ഉണ്ടാക്കാം, ഞാൻ തന്നെ ടേസ്റ്റ് നോക്കാം. അടിപൊളി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ കാണാം.